ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോസൊക്കെ കാണുന്നതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇപ്പോൾ ക്രിസ്മസൊക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വൈനിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് വളരെ ഈസിയായിട്ട് 3 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വൈനാണ്. ഈ വൈൻ ഞാൻ ഉണ്ടാക്കുന്നത് ക്യാരറ്റും ഇഞ്ചിയും വെച്ചിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനലിൽ കുറേയധികം വൈൻ്റെ റെസിപ്പീസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. മുന്തിരി വൈൻ, ബീട്രൂട്ട് വൈൻ, അതുപോലെ തന്നെ റൈസ് വൈൻ, ബനാന വൈൻ. അപ്പോൾ കാണാത്തവരെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാം നല്ല അടിപൊളി റെസിപ്പീസാണ്. അപ്പം ഈ ക്യാരറ്റും ഇഞ്ചിയും കൂടിയുള്ള വൈൻ നമ്മളിവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. 3 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വൈൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ വൈനിടുന്ന ഭരണി, വൈനിടുന്ന കുപ്പിയെല്ലാം നല്ല കഴുകി ഉണക്കിയതായിരിക്കണം. എന്നാലും വൈൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്കിത് ഈ വൈനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വൈനാണ്. 3 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വൈൻ ഉണ്ടാക്കാൻ തുടങ്ങാം. വൈൻ ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ക്യാരറ്റ്, പിന്നെ വേണ്ടത് 100 ഗ്രാം ഇഞ്ചിയുമാണ്. ക്യാരറ്റിൻ്റെയും ഇഞ്ചിയുടെയും തൊലിയെല്ലാം ഒന്ന് ചീകി കളഞ്ഞെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു ഓറഞ്ചും ഒരു ചെറിയ നാരങ്ങയുമാണ്. തൊലി കളഞ്ഞെടുത്ത ക്യാരറ്റ് ഒരു ഗ്രേറ്ററിൽ വെച്ച് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചീകി എടുത്തിട്ടുണ്ട്. ഇഞ്ചി തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെയുള്ള ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ടൊന്ന് പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. കൂടുതൽ അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. ഇഞ്ചി ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ അരഞ്ഞു പോകാൻ പാടില്ല. ഈ പരുവത്തിൽ വേണം നമ്മൾ ചതച്ചെടുക്കാനായിട്ട്. ഇനി ഒരു പാനിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പാൻ എടുക്കുമ്പോൾ കുറച്ച് വലിയ പാൻ എടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിതിൽ വെള്ളമൊക്കെ ഇട്ട് തിളപ്പിക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 5 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിത് സ്റ്റവിൽ വെച്ച് കുക്ക് ചെയ്യാനുള്ളതാണ്. ഇനി ഇത് നല്ലൊരു ഉണങ്ങിയ തടിയുടെ സ്പൂണോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ സ്പൂണോ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് സ്റ്റവിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കണം. ഇപ്പോൾ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം. അതിനുശേഷം 25 മിനിറ്റ് ഇത് നല്ലതുപോലെ തിളപ്പിക്കണം. ഇനി വേറൊരു പാനിൽ നമ്മൾ 2 കപ്പ് വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആറാനായിട്ട് മാറ്റി വെക്കണം. കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് കുറച്ച് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ചെറിയ ചൂടോടുകൂടി നമുക്ക് അരിച്ചെടുക്കാം. അരിക്കാനായിട്ട് ഞാനൊരു സ്റ്റീൽ പാത്രത്തിൻ്റെ പുറത്തൊരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതൊഴിച്ച് അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം ആ ക്യാരറ്റ് ഇഞ്ചിയും കൂടി നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ചാറിയ 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് വീണ്ടും അരിച്ചെടുക്കണം. നമ്മൾ ആദ്യം അരിച്ചെടുത്തതിൻ്റെ പുറത്ത് തന്നെ അരിപ്പ് വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടി അരിച്ചെടുക്കാം. അരിക്കുന്ന സമയത്ത് ക്യാരറ്റും ഇഞ്ചിയുടെ കഷ്ണങ്ങളൊന്നും ഇതിലേക്ക് വീഴരുത്. കാരണം അത് കിടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വൈൻ പൊളിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അരിച്ചെടുത്തതിന് ശേഷം ക്യാരറ്റ് ഇഞ്ചിയെല്ലാം നമുക്ക് മാറ്റിക്കളയാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് 2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ 2.5 കപ്പ് പഞ്ചസാരയൊക്കെ വേണമെങ്കിൽ ചേർക്കാം. മധുരമെല്ലാം നമ്മുടെ ടേസ്റ്റിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർക്കുന്ന സമയത്ത് അതിൻ്റെ കുരുവൊന്നും വീഴാതെ നോക്കണം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓറഞ്ച് 2ആയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കണം. പിഴിഞ്ഞെടുത്ത ഓറഞ്ച് ഒന്ന് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് നീര് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റാണ്. ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് എടുത്താൽ മതി. കൂടിപ്പോകരുത്. കൂടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈസ്റ്റ് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഈ അരിച്ചു വെച്ചിരിക്കുന്നതിന് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മിക്സിന് ചെറിയൊരു ചൂടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിട്ട് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു ചൂടുള്ള വെള്ളത്തിൽ വേണമെങ്കിൽ മിക്സ് ചെയ്ത് വെക്കാം. ഈസ്റ്റ് ഇപ്പോൾ ഈ കാണുന്ന പോലെ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഗ്ലാസ് മൂടി ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി വൈൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് സ്പൈസസ് എടുക്കുന്നുണ്ട്. 2 ചെറിയ കഷ്ണം പട്ട, 4 ഏലക്ക, 7 ഗ്രാമ്പ്. ഇത് പതുക്കെ ഒന്ന് കയ്യിൽ വെച്ച് ചതച്ചെടുക്കണം.
ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു തുണിയിൽ കെട്ടിയിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിതൊന്ന് ചെറുതായിട്ടൊരു കല്ലിൽ വെച്ച് ചതച്ചെടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് കെട്ടി കൊടുക്കണം. ഇനി കിഴി പോലെ കെട്ടിയെടുത്തത് നമുക്ക് വൈനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. ഈസ്റ്റ് കലക്കി വെച്ചിട്ട് ഇപ്പോൾ 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈസ്റ്റ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് ഭരണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലൊരു സെറാമിക്കിൻ്റെ ഭരണിയാണ്. ഇത് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഭരണി ഇല്ലെങ്കിൽ വലിയ ഗ്ലാസിൻ്റെ ജാറിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു വെക്കാം. പിന്നെ നമ്മൾ ഭരണിയിൽ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഭരണിയുടെ ഒരു 1/4 ഭാഗം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. കൂടുതൽ കുത്തി നിറച്ച് ഒഴിക്കരുത്. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഭരണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഭരണിയുടെ പുറത്തേക്ക് ഒരു തുണി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ മൂടി അതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കണം. ഇനി മൂടിയുടെ പുറത്തേക്ക് നമുക്കൊരു കട്ടിയുള്ള ടവലോ അല്ലെങ്കിൽ തുണിയോ ഇട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് കെട്ടി വെക്കണം. ഈ ഭരണി നമുക്ക് അധികം വെളിച്ചം കിട്ടാത്ത ഏതെങ്കിലും ഭാഗത്തേക്ക് മാറ്റി വെക്കാം. കബേർഡിൻ്റെ അകത്ത് വല്ലതും എടുത്ത് വെക്കാം. ഇനി അടുത്ത ദിവസം നമ്മൾ ഭരണി തുറന്നതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്യുന്ന കാര്യം പ്രത്യേകം മറന്നു പോകരുത്. മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പൂണൊക്കെ നല്ല ക്ലീൻ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും മൂടി കെട്ടി വെക്കണം. ഇതുപോലെ തന്നെ അടുത്ത ദിവസവും ഭരണി തുറന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും മൂടി കെട്ടി വെക്കണം. ഇപ്പോൾ വൈനിട്ട് വെച്ചിട്ട് 3ാമത്തെ ദിവസമാണ്. ഇനി നമുക്ക് തുറന്നതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത വൈൻ നമുക്കൊരു കുപ്പിയിലേക്ക് ഒഴിച്ചു വെക്കണം. നമ്മൾ വൈന് ഒഴിക്കാൻ ഉപയോഗിക്കുന്ന കുപ്പി കഴുകി ഉണക്കിയതായിരിക്കണം. വെള്ളമയമൊന്നും ഒട്ടും പാടില്ല. അതുപോലെ തന്നെ വൈൻ ഒഴിച്ചു വെക്കുന്ന സമയത്ത് കുപ്പിയുടെ ഒരു 1/4 ഭാഗം മാത്രം ഒഴിച്ചു വെച്ചാൽ മതി. വൈനൊന്ന് തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. ഇൻസ്റ്റൻറ്റ് വൈൻ ആയതുകൊണ്ട് നമ്മൾ കുറേ ദിവസം കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയുമായി നമ്മുടെ വൈൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.